PM ശ്രീ തീർച്ചയായിട്ടും BJP ഗവൺമെന്റിന് അവരുടേതായ രാഷ്ട്രീയമായ അജണ്ട ഉണ്ടാവും. നമ്മുടെ കേരളത്തിലേക്ക് വന്ന LDF സർക്കാർ ഗവർണറുമായിട്ടൊരു രാഷ്ട്രീയ പോരുണ്ടായി. അടുത്ത ആഴ്ച അത് സംബന്ധിച്ച വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. ഒരു റിസർച്ചും ഇല്ല, ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സർക്കാരിന്റെ നമ്മുടെ LDF സർക്കാരിന്റെ താല്പര്യം അനുസരിച്ചിട്ട് സിലബസുകൾ മാറ്റുന്നു. അത് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ NEP-യിലെ ആ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ NEP കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ്. കാരണം കേരളത്തിന് ഇനി മുന്നേറണമെങ്കിൽ മുന്നേറാൻ പറ്റുന്ന വളരെ അപാര സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് NEP. അക്കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം എന്ത് പഠിക്കണം എന്നുള്ളതല്ല അതിൻ്റെ മുഖ്യമായ കേന്ദ്ര ബിന്ദു. എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. മലയാളിക്ക് അറിയാത്തതും അത് തന്നെയാണ്. കേരളത്തിലെ അധ്യാപകർക്ക് പോലും അറിയാത്തത് എങ്ങനെ പഠിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റാൻ വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് NEP. ഇത് ഈ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ഏത് മാറ്റം വന്നു കഴിഞ്ഞാലും എങ്ങനെ തൻ്റെ കഴിവുകളെ അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് കുട്ടികളെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്ലേ ബേസ്ഡ് എക്സ്പീരിയൻഷ്യൽ കരിക്കുലമാണ്. അതായത് വളരെ പ്ലേഫുൾനെസ്, ഒരു കൗതുകത്തോടു കൂടി പഠനത്തെ ഒരു കളി പോലെ കൗതുകമാക്കി മാറ്റി കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുപോവുക. നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കുക. നമുക്കിവിടെ എല്ലായിടത്തും കാണാവുന്ന ഒരു ബോർഡാണ് പ്ലേ സ്കൂൾ. നമ്മളുടെ സാമാന്യ ബുദ്ധി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പ്ലേ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ പ്ലേ ഇല്ല. അവിടെയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ സകല ശേഷിയുടെയും പഠന കൗതുകത്തിന്റെയും എല്ലാം കട്ടക്കൽ കത്തിവയ്ക്കുന്നത്. ആ ഒരു പ്രയോഗം മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. രക്ഷകർത്താക്കൾക്ക് പ്ലേ സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ: കുട്ടികൾ പെട്ടെന്ന് ആൽഫബറ്റ്സ് പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം, എല്ലാം പഠിക്കണം, റാങ്ക് വാങ്ങിക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തി അവരെങ്ങനെയാണോ ഒരു 2-3 വയസ്സ് വരെ കളിച്ചു വളർന്നത് അതിന്റെ തുടർച്ചയെന്നോണം അവരെ ഓരോ വിഷയങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊണ്ടുപോകുക. അപ്പൊ 3 വയസ്സിന് അകം തന്നെ ഒരു കുട്ടി നല്ല സുന്ദരമായിട്ട് സംസാരിക്കും. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു സ്കൂളിലും പോയിട്ടല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ കുട്ടികളെ പര്യാപ്തമാക്കി പഠനത്തിലൂടെ കൊണ്ടുപോയി അവരുടെ യഥാർത്ഥ ശേഷിയെ പുറത്തെടുക്കുക. മാത്രമല്ല 5ാം ക്ലാസ് വരെ അവർ മാതൃഭാഷയിലായിരിക്കണം പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെയും പ്രതികരണം ആരാഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഓരോ കുട്ടിക്കും ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ്. ഇതില്ലാതായി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകാൻ പോകുന്നത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുമാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കുട്ടികളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷി എന്ന് പറഞ്ഞാൽ അപാരമാണ്. അതെല്ലാം ഉണർത്താൻ പറ്റുന്ന ഒരു നല്ല അതിമനോഹരമായ സർഗാത്മകമായ ഒരു പദ്ധതി തന്നെയാണ് ഈ NEP എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വെറുതെ രാഷ്ട്രീയത്തിന്റെ പേര്, ഇതിനെ രാഷ്ട്രീയത്തിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് ഇവിടുത്തെ കുട്ടികളുടെയും കേരളത്തിന്റെ പൊതുവായ ഒരു ഉയർച്ചയുടെയും കാഴ്ചപ്പാടിലൂടെയാണ്. കാരണം നമുക്ക് ഇതുവരെ ഒറ്റ നല്ല ബസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ബസ്സും കൂടെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അത് പരിതാപകരമാണ്. മാത്രവുമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് PM ശ്രീ ഉൾപ്പെട്ട കേന്ദ്രീയ വിദ്യാലയത്തിലെ 2ാം ക്ലാസ് മുതൽ ഈ ടാബ്ലറ്റ് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ചില സംസ്ഥാനങ്ങളിൽ വളരെ പരിമിതമായ വില ഈടാക്കിക്കൊണ്ട് ഈ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ടാബ്ലറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മലയാളി ഇത് വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഡ്ഢിത്തരമെന്നോ മണ്ടത്തരമെന്നോ അല്ല പറയേണ്ടത്, അത് വിപത്തായി മാറും എന്നുള്ളതിൽ സംശയമില്ല.